ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നല്ലേ, ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. ഇടയ്ക്കൊക്കെ മൂപ്പരെ ഒന്ന് വണങ്ങുന്നതിൽ തെറ്റില്ല. ചേർത്തലയിലെ കാർത്തിയാനി അമ്പലമാണിത്. അമ്പലത്തിലെത്തിയതും നേരം പരപരാ വെളുത്തിട്ടുണ്ട്. ഈ അമ്പലവും ഇവിടുത്തെ അന്തരീക്ഷവും കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഇവിടുത്തെ ഐതിഹ്യമാണ്. പിന്നെ അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. എന്നാൽ പിന്നെ അതൊരു സിനിമാറ്റിക് സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് വില്വമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു. ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത്. അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കാണാനിടയായി. അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം ഉടൻ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ മഹാദേവി സൂത്രത്തിൽ കുളത്തിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ 6 ദിവസവും വില്വമംഗലം സ്വാമിയെ കണ്ടപ്പോൾ ദേവി 6 കുളങ്ങളിലായി ചാടി ഒളിച്ചു. അങ്ങനെ 7ാമത്തെ ദിവസം വന്നു. 7ാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു. ചേറിലേക്ക് താഴുന്നതിന് മുമ്പേ വില്വമംഗലം ഭഗവതിയുടെ മുടിയിൽ പിടിച്ചുയർത്തി. ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം. അസഭ്യം പറഞ്ഞാണത്രേ സ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ പൂരപ്പാട്ട് പാടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യം എന്ന് പറയാനുള്ളത്. തൊഴുതിറങ്ങിയ ഞാൻ നേരെ കടയിൽ പോയി നല്ല ചൂട് നെയ്റോസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.